ഇപ്പം ഞാനൊരു ലൈൻ ടോപ്പാണ് ഇന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കുന്നത്. ഇത് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് ബിഗിനേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഏത് മുതലാണ് ആദ്യം ചെയ്യണതെന്നും എങ്ങനെയാണ് അത് ചെയ്ത് തീർക്കണതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതാദ്യം സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ കറക്റ്റ് മടക്കി വെച്ചതിന് ശേഷം ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇത് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ബാക്ക് പീസാണ് ക്രോസ് പീസ് എടുത്ത് മടക്കി വയ്ക്കുന്നത്. ഫ്രണ്ടിൽ പീസിൻ്റെ നമ്മൾ ലേസാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഈ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുക്കുന്നത്. അപ്പം അത് ഒരുപോലെ മടക്കി ബാക്ക് പീസിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അത് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്ത് ചെറിയ കട്ടിട്ട് കൊടുത്ത് അത് നമ്മൾ മടക്കി തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് പതിച്ച് ഇതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം അത് നമ്മളിപ്പോൾ ഇനി ഫ്രണ്ട് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം സ്ലീവ് നമ്മൾ 2 സ്ലീവും അരികെ മടക്കി അടിച്ചു. 2 സ്ലീവും കറക്റ്റ് ചെയ്ത് 1 ഇഞ്ചിലാണ് 1/2 ഇഞ്ച് വീതം 2 മടക്ക് വരുമ്പം 1 ഇഞ്ച് അങ്ങനെ മടക്കി അടിച്ച് സ്ലീവും ക്ലിയർ ചെയ്ത് വയ്ക്കുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ നെക്ക് നമ്മൾ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു യു നെക്കാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഒരു ചെറിയൊരു യോക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ആ പീസ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, വേറൊരു പീസ് വയ്ക്കുന്നില്ല. അപ്പോൾ ഇതിന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം എത്രയാണോ നമ്മൾ ആ ഡിസൈൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് അത് കറക്റ്റ് ചെയ്ത് അളവിലെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നല്ല പീസിൻ്റെ പുറം ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലാണ്. അപ്പോൾ 2.25 നമ്മൾ നെക്കിൻ്റെ വൈഡ് എടുത്തത്. അപ്പം അത് 3ആയി മാറും നമ്മൾ ഇതിങ്ങനെ മടക്കി അടിച്ച് കഴിയുമ്പം. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് അതിന് ശേഷം ഇതുപോലെ നമ്മൾ മറിച്ചടിക്കാൻ വേണ്ടി കട്ടിട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത് ആദ്യം നെക്ക് ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ അതുപോലെ തന്നെ അത് ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ വെച്ചെടുത്തെങ്കിൽ ഇതിന് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്താണ് നമ്മളാദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിനുശേഷം ഇത് നമ്മളൊരു ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ആ ലൈസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇത് ഈ നെക്കിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇതുപോലെ ലൈസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പം നല്ല ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഇത് മറിച്ചെടുത്തിട്ട് നല്ല പീസിലേക്ക് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൈസ് ആദ്യം നല്ല ഭാഗത്ത് പിടിപ്പിച്ചു കൊടുക്കുക. പക്ഷെ നല്ല ഫ്രണ്ട് പീസിലേക്ക് നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്ക് ഒരു പതിച്ചടിച്ച് നെക്കിൻ്റെ ഭാഗത്ത് ഒരു പ്രാവശ്യം കൂടി നമ്മളടിച്ച് നെക്കും ക്ലിയർ ചെയ്ത് അങ്ങനെ ഫ്രണ്ട് നെക്ക് ക്ലിയർ ചെയ്ത് ഷോൾഡർ ജോയിനിങ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 2 ഭാഗവും നമ്മൾ ഷോൾഡർ ബാക്ക് വശത്തിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് വശത്തിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് വശത്തിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ നമ്മൾ മടക്കി തിരിച്ച് വെച്ച ഭാഗം എടുത്ത് മടക്കി വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഷോൾഡർ നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ചെയ്യുക. ആ ഭാഗത്തിൻ്റെ താഴത്തെ ഭാഗം മുകളിലേക്ക് മടക്കി വെക്കുക. അപ്പം ഞാനത് ചരിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്
നമ്മൾ അതിൻ്റെ കാൽഭാഗം ചരിച്ചു കൊടുക്കുക. ഇതുപോലെ വെച്ച് മടക്കി ഷോൾഡർ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പം സ്ലീവ് എടുത്ത് വെച്ച്, സ്ലീവല്ല, നമ്മൾ ബാക്ക് പീസിൻ്റെ ബാക്ക് പീസ് നമ്മളിപ്പോൾ മലന്ന് ഇരിക്കുന്നത് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുക. അതിനുശേഷം സ്ലീവ് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം കേട്ടോ. പെട്ടെന്നൊരു എലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്താണ് കസ്റ്റമർ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചില്ല. കസ്റ്റമർക്കൊക്കെ പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് വരുന്നത്. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലീവിൽ 2 ഭാഗത്തും 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുക. അപ്പം അത് നല്ല കറക്റ്റായിട്ടിരിക്കും. അടുത്ത സ്ലീവാണ്, അതും അതുപോലെ സെൻറ്റർ ഭാഗം തന്നെ ജോയിൻ ചെയ്ത് വരിക. സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരികത്ത് അത് തീർത്ത് കൊടുക്കാം. ഇത് സെൻറ്റർ കറക്റ്റായിട്ട് വെക്കണമെന്നുള്ളൂ. ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ടിരിക്കണം. എന്നിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് ജോയിൻ ചെയ്ത് വരിക. അതിനുശേഷം ഇനി നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മാർക്ക് ചെയ്തിട്ട് അതങ്ങോട്ട് താഴെ വരെ അടിച്ച് ഫിനിഷ് ചെയ്യുക. 2 ഭാഗവും അതുപോലെ തന്നെ 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുക. കസ്റ്റമറിന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ റെഡിമെയ്ഡ് അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലവർ ഒറ്റ സ്റ്റിച്ച്, പിന്നെ എനിക്ക് ലോക്ക് ചെയ്യാനായിട്ട് മെഷീനില്ല.